ഹലോ, കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ. നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടും അതേപോലെ ചായക്കടിക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമായിട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ വേണ്ടിയിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു ചമ്മന്തി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 മുറി തേങ്ങയും അതിലോട്ട് 2 പച്ചമുളകും 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തതാണിത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് വേണ്ടിയത് ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലോട്ട് നമുക്ക് മീഡിയം സൈസ് 2 വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ പച്ചമണം ഒന്ന് പോയി കിട്ടണം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു തക്കാളി ചേർത്താൽ മതി. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഒരു മിനിറ്റോളം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ നല്ലോണം ഒന്നും വാടേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചമ്മന്തിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ചേർക്കാൻ പോകുന്നത് ചെമ്മീൻ ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ ചെയ്യുക. അതിനുശേഷം ഇതിലോട്ട് ആ ഓയിലോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. ആ ചെമ്മീൻ ഫ്രൈ ചെയ്ത ഓയിലോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് 2 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഈ ചെമ്മീനിൽ ചമ്മന്തിയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ആയി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു മസാല ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാവ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 5 ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലോട്ട് 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു 1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ടൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ അരിപ്പൊടിയാണ്. അപ്പോൾ പത്തിരിയുടെ ഒക്കെ പൊടി ഉണ്ടാവില്ലേ, നൈസായിട്ടുള്ള പൗഡർ, അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ തിക്ക് ആയിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ചെയ്താൽ മതി. അതെല്ലാം ലൂസാണെങ്കിൽ കുറച്ചും കൂടെ അരിപ്പൊടി ഇട്ട് ഇതേപോലെ ഈ ഒരു ഉരുട്ടിയെടുക്കാൻ പാകത്തിലാക്കിയെടുക്കണം. അപ്പോൾ നമ്മളെ മാവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കുറച്ച് ഓയിൽ കയ്യിൽ തടവിയതിന് ശേഷം ഈ മാവിൽ നിന്ന് ഓരോ ഉരുളകളെടുത്ത് നമ്മൾ കൈവെള്ളയിൽ ഇതേപോലെ വെച്ച് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഈ മസാല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഈ അരിമാവ് കൊണ്ട് ഈ മസാല ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം കൈവെള്ളയിലിട്ട് ഇതേപോലെ ഉരുട്ടി ഒരു ബോൾ ഷേപ്പിലാക്കി എടുക്കണം. ഇനി ഇത് നമുക്കൊരു ഇഡ്ഡലി ചെമ്പിലോട്ട് മാറ്റാം. ഇനി ബാക്കിയുള്ള ഉരുളകളും ഇതേപോലെ ബോളാക്കി എടുക്കണം. അപ്പോൾ ഇതാ ബാക്കിയുള്ളതെല്ലാം തന്നെ ഞാൻ ഇതേപോലെ ഒന്ന് ബോളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം കേട്ടോ. ഞാൻ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തതെന്നുള്ളൂ. ഇനി നമുക്കിതൊരു ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആവി കയറ്റൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ 10-15 മിനിറ്റിന് ശേഷം ഞാനിത് വേവിച്ചെടുത്തതിന് ശേഷമാണിത് നന്നായി തണുത്തതിന് ശേഷം നമുക്കിതെങ്ങനെ ഓരോ ഉരുളകളാക്കി മാറ്റിയെടുക്കാം. ഈ ഉരുളകളാക്കിയിട്ട് തന്നെ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനേക്കാൾ ഒന്നും കൂടെ ടേസ്റ്റാണ് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ അതിൻ്റെ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കി വെക്കുക. അതിലോട്ട് ഇതിൽ നിന്നുള്ള ഓരോ ഉരുളകളെടുത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് അതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു ഫ്രൈ പാനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും തിരിച്ചിട്ട് മറിച്ചിട്ടും നമുക്ക് ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗവും ഒരേപോലെ ആക്കിയെടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്